ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെറിയൊരു യാത്രയിലാണ് കേട്ടോ. യാത്ര വേറെങ്ങോട്ടുമല്ല, ഓണാട്ടുകരയുടെ ദേശീയ ഉത്സവമായ 28ാം ഓണം കാണാനാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ എന്താണ് ഈ 28ാം ഓണം എന്ന് പറഞ്ഞേക്കാവല്ലേ. ഓണാട്ടുകരക്കാർ പ്രാചീനകാലമായിട്ട് അവരുടെ ജീവനോപാധി എന്ന് പറയുന്നത് കൃഷിയായിരുന്നു. ആ കൃഷിയിൽ അവരെ ഏറ്റവും കൂടുതൽ സഹായിച്ചിരുന്നത് കാളയായിരുന്നു. ചിങ്ങമാസത്തിലെ വിളവെടുപ്പിന് ശേഷം ആ കാളയെ അവരുടെ നന്ദിയുടെ സൂചകമായിട്ട് നമ്മുടെ മഹാദേവന്റെ മണ്ണായ ഓച്ചിറ മണ്ണിലേക്ക് അണിയിച്ചൊരുക്കി കൊണ്ടുവരുന്നു. മഹാദേവന്റെ വാഹനമാണല്ലോ നന്ദികേശൻ എന്നാണ് നമ്മുടെ സങ്കല്പം. അപ്പോൾ ആ സങ്കല്പാർത്ഥമാണ് ഇവിടെ കൊണ്ടുവരുന്നത്. അത് പിന്നീട് കാലാന്തരത്തിൽ ചകരിയും മറ്റും കൊണ്ട് ഉണ്ടാക്കുന്ന കാളയുടെ രൂപമായിട്ടാണ് ആൾക്കാർ കെട്ടിക്കൊണ്ടുവന്നിരുന്നത്. 2 നിറത്തിലുള്ള കാളയാണ് ഉണ്ടാക്കിയിരുന്നത്, വെള്ള നിറത്തിലും ചുവപ്പ് നിറത്തിലും. വെള്ള നമ്മുടെ പാർവതി ദേവിയെ സൂചിപ്പിക്കുകയും ചുവപ്പ് നമ്മുടെ മഹാദേവനെയും സൂചിപ്പിക്കുന്നു കേട്ടോ. അപ്പോൾ ആദ്യകാലങ്ങളിൽ 20ഓളം കാളകൾ മാത്രമായിരുന്നു ഇവിടെ അണിനിരന്നിരുന്നത്. കാലാന്തരത്തിൽ ഇത് ഓണാട്ടുകരയുടെ തന്നെ 52 കരക്കാരും കൂടെ ചേർന്ന് 200-ലധികം കാളകളെ ഈ മണ്ണിലേക്ക് അണയിച്ചൊരുക്കി കൊണ്ടുവരുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രൂപവും ഏറ്റവും ചെറിയ കാളയുടെ രൂപവും ഈ മണ്ണിൻ്റെ റെക്കോർഡിന് സ്വന്തമാണ് കേട്ടോ. അപ്പോൾ ദേ ഈ കാളകളെ കാണുക മാത്രമല്ല ഇവിടെ വന്നാൽ നമുക്ക് കാണാൻ പറ്റുന്നത് നമ്മുടെ ബാല്യത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന ബലൂണുകളും കപ്പലണ്ടികളും. അത് നമ്മളിപ്പോഴും കഴിക്കും, എന്നാലും ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ദേ അങ്ങനെ ഓരോ കാഴ്ചകളും കണ്ട് ഒക്കെ ഊതി നിൽക്കുന്ന ഓരോരുത്തരെയും കണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഓരോ കരക്കാരും അണിനിരക്കുന്നതായതുകൊണ്ട് തന്നെ അവരുടെ കാളകളുടെ മുമ്പിലായിട്ട് അതാത് കരക്കാർ ചെറിയ വിളക്ക് കത്തിപ്പിക്കലും കാര്യങ്ങളുമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ എന്ന് പറയുന്നത് കച്ചവടക്കാരുടെ ഒരു വലിയ കൂട്ടം തന്നെ നമുക്കുണ്ട് കേട്ടോ. ഏത് വേണം എന്ത് വേണമെന്നറിയാത്തുള്ള ഡൗട്ടിലാണ് ഇവിടെ രണ്ടുപേരും. ആ ഡൗട്ട് അടിച്ച് ഒരു പിണക്കമൊക്കെ കഴിഞ്ഞിട്ടാണ് ഇരിക്കുന്നത്. അപ്പം നമ്മൾ ഈ കാഴ്ചകൾ കാണുന്നതിനോടൊപ്പം തന്നെ ഓരോ സാധനങ്ങൾ വാങ്ങി ടേസ്റ്റ് ചെയ്യുന്നതും ഉണ്ട്. ഇപ്പോൾ പറഞ്ഞു വരുന്നത് ഈ ഓച്ചിറക്കാർക്ക് ഇനിയും ഉണ്ടൊരു ഉത്സവം, അതായത് വൃശ്ചികം 1 മുതൽ 12 വരെയും ഇനി ഇവിടെ ഒരു മഹാ ഉത്സവം തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ വന്ന് ആദ്യത്തെ ദിവസം നമുക്ക് വരാൻ പറ്റിയില്ല കേട്ടോ. കാര്യം നമുക്ക് കൊച്ചു കുട്ടികളുമായിട്ട് വരുമ്പോൾ ഈ കാളകളും പിന്നെ ഒരു വലിയ ജനക്കൂട്ടവുമായിരിക്കും. അപ്പോൾ നമുക്കിവിടെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പിറ്റേ ദിവസം വന്നത്. അപ്പോൾ സന്ധ്യ മയങ്ങി തുടങ്ങി. നമ്മുടെ കാളക്കുട്ടന്മാരുടെ ആ ഒരു സന്ധ്യ ആയപ്പോൾ ആ ലൈറ്റൊക്കെ തെളിഞ്ഞ് നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണേ. അപ്പോൾ ഞങ്ങൾ ഇത് ഞങ്ങളുടെ അഴീക്കൽ പാലമാണ്. പാലം കടന്ന് ഞങ്ങൾ പോവുകയാണ്. അതായത് ഞങ്ങളുടെ തീരദേശ കാഴ്ചയാണ്. അപ്പോൾ ഞങ്ങൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.